കൊച്ചി, വേലക്കാരൻ പുഴയിൽ വീണ കുഞ്ഞിനെ രക്ഷിച്ചു. ഓ, എനിക്കൊരു വേലക്കാരനുണ്ട്. ലോകത്തിൽ ഇതുപോലൊരു മണ്ടൻ വേറെ ഇല്ല. രാവിലെ ചായ ചോദിച്ചതാ, അവനിനി എപ്പ വരുമോ എന്തോ. ദാ വരുന്നു. എടാ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? എന്നിട്ട് ഞാൻ അതിലുള്ള ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനും എല്ലാം വെള്ളടിച്ച്. എടാ, വീടിനകത്തുള്ള സാധനങ്ങൾ വീണ്ടെടുക്കാൻ അല്ല പറഞ്ഞത്, പിന്നെ വീടിന്റെ ചുവര് വെള്ളടിക്കാനാ ഞാൻ പറഞ്ഞത്. ഈശ്വര. എടാ രാമു, ഇന്ന് ഓഫീസിൽ നിന്ന് എന്റെ MD വരുന്ന ദിവസം. തെണ്ടിയടാ MD. അങ്ങനെ നീ വളച്ചൊടിച്ച് കയ്യിലെടുക്കണം. എടാ, 5 ലക്ഷം രൂപയുടെ ലോൺ എനിക്ക് കിട്ടാനുണ്ട്. അത് ഈ MD വിചാരിച്ചാലേ നടക്കുള്ളൂ. അതായത് ഞാൻ അയാളെ സോപ്പിട്ട് എടുക്കണം. അത്രേ ഉള്ളൂ. അതൊക്കെ ഞാനായിട്ട്. പക്ഷേ എന്റെ ശമ്പളത്തിന്റെ കാര്യം. ഇപ്പൊ നിനക്ക് എത്രയാ ശമ്പളം? 500. ഇനി മുതൽ 1500 രൂപ നിന്റെ ശമ്പളം, കേട്ടോ? പിന്നെ 3 മാസം കൂടുമ്പോ വന്ന് വാങ്ങിച്ചോളാം. വീടിനകത്ത് കയറി വരുമ്പോ വിളിച്ചിട്ട് കയറി വന്നില്ല ഇയാൾ. സുരേഷിന്റെ വീടല്ലേ? അയ്യോ സാറ്, ഞാൻ ആളറിയാതെ എന്നോട് ക്ഷമിക്കണം സാർ. സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ എങ്കിൽ ഇതാ സാർ വെള്ളം. സാർ കുടിച്ചു. സാർ ഒരു മിനിറ്റ്. പിന്നെ സാറോട് വന്നപ്പോ ഞാൻ മോശമായിട്ടാണ് പെരുമാറിയത്. മനസ്സിലായി? കുഴപ്പമില്ല, സാർ കുടിച്ചു. ഞാൻ ക്ഷമിച്ചു. സാറ് വെള്ളം കുടിച്ചു. പിന്നെ സാറേ, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഇവിടുത്തെ സുരേഷ് സാറിനോട് പറയരുത്. ഇല്ല, പറയത്തില്ലല്ലോ. എനിക്ക് സാറ് കുടിച്ചു. പിന്നെ സാറേ, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്, ഇവിടുത്തെ കാര്യങ്ങളൊന്നും സുരേഷ് സാറിനോട് പറയരുത്. ഇല്ല, ഞാൻ പറയില്ല. സാറേ, എന്താ പ്രശ്നം? സുരേഷ്, താങ്കൾ ഇപ്പൊ വന്ന് വലിയ കാര്യമാണ്. അല്ലെങ്കിൽ തന്റെ വേലക്കാരനെ അടിച്ചു പോകുന്നില്ല. ഇപ്പൊ രാമോ അങ്ങോട്ട് മാറുന്നില്ല. പറഞ്ഞു വിടും. ഒരു ചായ കുടിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ കുഴപ്പമില്ല, കേട്ടോ? സാറേ, അവൻ കാണിച്ചു സാർ ക്ഷമിച്ചു ഒരു വാക്ക്. സുരേഷ്, ഞാൻ ക്ഷമിച്ചു. സാർ, ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക്. സുരേഷേ, ഞാൻ ക്ഷമിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്ഷമിച്ചു. ഞാനേ ഈ ചായ കേട്ടോ? സാർ, സുരേഷ്, സാർ, എന്റെ ഭാര്യ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് വേലക്കാരനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ലേ, കേട്ടോ? ഞാൻ ഈ ചായ ഒന്ന് കുടിച്ചോട്ടെ. സാറേ, പിന്നെ സുരേഷ്, എടാ, നിന്നെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കണം, നിന്റെ വേലക്കാരനെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കണം. എനിക്ക് ചായ വേണ്ട, ഒരു കോപ്പം വേണ്ട. സാറേ, ക്ഷമിച്ചു എന്നൊരു വാക്ക്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.